പേര് അൽഫോൻസ ജെയിംസ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിൻഡോ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഡാരിൻ അൽഫോൻസ് ജിൻഡോ. ഞങ്ങൾ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് നവംബർ 18, 2018. അതിനുശേഷം കൊറോണ സമയങ്ങളിലൊക്കെ അത് പുതുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനുശേഷം മാർച്ച് 4, 2023 ഞങ്ങൾ പുതുക്കിയത്. ഉടമ്പടി വഴി ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ആദ്യമായി തന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഇത് ഡാരിൻ. ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു 6th മന്ത് സ്കാനിങ്ങിൽ റൈറ്റ് കിഡ്നി എൻലാർജ്മെൻ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഡെലിവറി വരെയുള്ള സമയങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഡെലിവറിയുടെ ആ ഒരു ടൈമിൽ എനിക്ക് ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു സമയത്ത് അതിൽ കിഡ്നിക്ക് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് ഓൾറെഡി ഉള്ളതുകൊണ്ടും സാധ്യതകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ ഉടമ്പടി തൈലവും ഉപ്പും വിശുദ്ധ തേനും ഉപയോഗിച്ചത് മൂലം ഡെലിവറി കഴിഞ്ഞുള്ള അവൻ്റെ ഒരു സ്കാനിങ്ങിൽ പോലും അവൻ്റെ കിഡ്നിക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉടമ്പടി കാശുരൂപം ഉണ്ടാവും. ഞാൻ എവിടെ പോകുന്ന സമയത്തും പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി തേന ഉപ്പ് ഏതെങ്കിലും ഒരു വിശുദ്ധ വസ്തു കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ പുരട്ടിയിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. ആ ഒരു സമയത്ത് ഒരു 4 വീക്സിൽ ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീണവിടെ. അതിനുശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേപോലെ ഒരു 8 മന്ത്സിലും ഇതേപോലെ തന്നെ ഞാൻ റോഡിൽ എങ്ങനെ വീണു എന്ന് എനിക്കറിയില്ല, റോഡിലും വീണു. അങ്ങനെയും മാതാവ് കാത്ത് സംരക്ഷിച്ചു. പിന്നെ അതേ ഒരു സമയത്ത് കറി ദേഹത്ത് വീണ് ഫുൾ ബോഡി, ചെസ്റ്റ്, അബ്ഡോമന് ഫുൾ കറി ദേഹത്ത് വീണു. ശരിക്കും ഞാൻ വിചാരിച്ചു മൊത്തം പൊള്ളിപ്പോയെന്ന് വിചാരിച്ചു. അതുപോലെ നീറ്റലായിരുന്നു. ഉടനെ വിശുദ്ധ തൈലം അതുപോലെ വിശുദ്ധ തേന് ഇത് രണ്ടും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു റെഡ്നെസ് പോലും ഇല്ലാതെ അത് സൗഖ്യപ്പെട്ടു. ഇതൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലവും ഞാൻ ഉടമ്പടിയിൽ നിലനിന്നത് കൊണ്ട് മൂലവുമുള്ള മാതാവിൻ്റെ സംരക്ഷണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇത് ഞങ്ങളുടെ 2ാമത്തെ കുഞ്ഞാണ്. ഫസ്റ്റ് ബേബി അബോർഷനായത് ഒരു 10 വീക്സിലാണ്. ആ ഒരു സമയത്ത് 2021 ജൂലൈയിൽ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛനിങ്ങനെ പറയുകയുണ്ടായി, ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടതിന് ശേഷവും കുഞ്ഞ് ഒരു വ്യക്തിയാണ്, അതൊരു മനുഷ്യ ജീവനാണ് എന്നച്ഛന് ധ്യാനത്തിൽ പറയുകയുണ്ടായി. അത് കഴിഞ്ഞൊരു 4 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞാണ് ഈ കുഞ്ഞ് അബോർട്ടായി പോകുന്നത്, അതായത് മിസ്കാരേജ് ആയിപ്പോയത്. പക്ഷേ ഈ 2ാമതൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അത് എൻ്റെ മനസ്സിൽ എന്നൊരു വിഷമമായിരുന്നു. കാരണം ആ ഒരു സമയത്തും ഞാൻ ഉടമ്പടിയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു, വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നൊരു ചോദ്യം, അറിയാതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല, എന്നാലും ചില സമയങ്ങളെങ്കിലും എന്നെ അത് വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ 2024 സെപ്റ്റംബറിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ ആൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നതും പരിശുദ്ധ അമ്മ ആൾത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നതും സകല വിശുദ്ധരും ആൾത്താരയ്ക്ക് ചുറ്റും നിന്ന് ഈ നടക്കുന്ന ദിവ്യബലി, ഈശോയുടെ കുരിശിലെ ബലി, അവരെല്ലാവരും എത്ര തീഷ്ണതയോടെ അതിൽ പങ്കുകൊള്ളുന്നതും ഞാൻ കാണുകയുണ്ടായി. ആ സമയത്ത് തന്നെ മാലാഖ വൃന്ദങ്ങളിൽ 2 സൈഡിലുമായിട്ട്, ഈശോ മധ്യത്തിൽ നിൽക്കുന്ന ഈശോയുടെ 2 സൈഡിലുമായിട്ട് നിറയെ മാലാഖ വൃന്ദങ്ങൾ ഈശോയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അതിൽ ഒരു കുഞ്ഞു മാലാഖ മാത്രം എന്നെ നോക്കി ചിരിച്ചു. ആ മാലാഖയുടെ തലയിൽ ഇതുപോലെ നമ്മൾ ആദ്യ കുർബാനയ്ക്കൊക്കെ വെക്കുന്ന പോലെ ഒരു മുടി ഉണ്ടായിരുന്നു. അത് പെൺകുട്ടികൾക്കൊക്കെ വെക്കുന്ന പോലത്തെ മുടിയായിരുന്നു. അതിൽ നിന്ന് എനിക്കപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നിയത്, അതൊരു പെൺകുഞ്ഞായിരുന്നു. ഇന്ന് ഈശോയോടൊപ്പം സ്വർഗത്തിൽ
ഈശോയ്ക്കും പിതാവിനും പുത്രനും സ്തുതി പാടി ഇന്നും അവിടെയുണ്ട്. അതേപോലെ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു സമയത്ത് ഞങ്ങൾ ബഹ്റിനിലായിരിക്കുന്ന സമയത്ത് ഞാൻ മാസത്തിൽ ഒരു തവണയൊക്കെ ആയിരുന്നു കുമ്പസാരിക്കുന്നത്. അതേസമയം ആ കൊറോണ വന്ന ഒരു ടൈമിൽ ആ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് 15 ദിവസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങിയ ഒരു സമയം, കുമ്പസാരത്തിന് ശേഷം മനസ്സാപ്രകരണം ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈശോ ഒരു വൈറ്റ് കളർ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു റെഡ് കളർ ഷോൾ ഇട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം, ദർശനമല്ല, ഒരു അനുഭവമാണ്. അതിൽ ആ ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് പറഞ്ഞൊന്നും വിശ്വസിപ്പിക്കുകയൊന്നും സാധ്യമല്ല. പക്ഷെ ഒരു പ്രത്യേക ഒരു അനുഭവം അതിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതുമൂലം കൂടെ ഇപ്പം നമ്മൾ എത്ര തിരക്കാണ്, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ 15 ദിവസത്തിനുള്ളിൽ കുമ്പസാരിച്ച ആ ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കാനുള്ള ഒരു കൃപ ദൈവം നൽകി. അതിനുശേഷം ചെയ്യുന്ന ഓരോ കാര്യവും ദൈവമഹത്വത്തിനായി, ദൈവസ്നേഹത്തിനായിട്ട് സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു കൃപ അതിനുശേഷമാണ് എനിക്ക് ലഭിച്ചത്. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, പപ്പായും നാത്തൂൻ്റെ ഒരു കുഞ്ഞും ഞങ്ങളുടെ വീട്ടിലായിരുന്ന ഒരു സമയത്ത് അവർ ലിഫ്റ്റിൽ പെട്ടുപോയി. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ അവർ അതിനുള്ളിൽ ഉണ്ടെന്നറിയുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ വിശുദ്ധ ഉപ്പ് കൈ പിടിച്ച് ആ ലിഫ്റ്റ് 2 സൈഡിലോട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി തുറന്നപ്പോൾ അത് തുറന്നു വരികയും ഒരു അപകടവും കൂടാതെ അവർക്ക് ദൈവിക സംരക്ഷണം ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ ഞാൻ തന്നെയായിരുന്നു അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എസ്കലേറ്ററിൽ വരുന്ന ഒരു സമയം ഈ ട്രോളി ആയിരുന്നു എൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എസ്കലേറ്ററിൽ എങ്ങനെയോ ഒരു ബ്ലോക്കായി. എനിക്ക് ട്രോളി എന്ത് ചെയ്താൽ ഫ്രണ്ടിലോട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, എനിക്ക് രക്ഷപ്പെടാനും ഒരു മാർഗവും ഇല്ല. എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കൊന്നും ഒരു 2 മിനിറ്റത്തേനൊന്നും മനസ്സിലായില്ല. ആ ഒരു ടൈം ഞാൻ ആൾക്കാരെയൊക്കെ വിളിച്ചു, പക്ഷേ ആ സമയത്ത് അവിടുന്ന് ആരും എന്നെ നോക്കാനോ കേൾക്കാനോ ഉണ്ടായിരുന്നില്ല. എന്തോ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്നെ ആരോ തള്ളിയിട്ട പോലെ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഫ്ലോറിൽ എങ്ങനെയോ വന്നു. ട്രോളി സ്റ്റിൽ അവിടെ തന്നെയായിരുന്നു. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നത് കൊണ്ടും എവിടെ പോയാലും മാതാവേ നീ കൂടെ വരണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് അമ്മയുടെ ഒരു സംരക്ഷണമായിരുന്നു എന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. പിന്നീട് ഞങ്ങൾ ഈ ഒരു സമയത്ത് ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന 2-3 ദിവസം മുമ്പ് നടന്ന സംഭവം, ഞങ്ങൾ വന്ന ഒരു സമയത്ത് ഞങ്ങൾക്കൊരു 11 kg വെയിറ്റ് കൂടുതലായിരുന്നു. ആ ഒരു സമയം എൻ്റെ കയ്യിൽ ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു. ആ വെയിറ്റ് കൂടുതലുള്ള ബാഗിൽ ഉടമ്പടി പത്രം വയ്ക്കുകയും ഒരു ബാഗിൽ ഉടമ്പടി പത്രവും മറ്റൊരു ബാഗിൽ ഈ പരിശുദ്ധ ബൈബിൾ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം എയർപോർട്ടിൽ അവർ വെയിറ്റ് ചെക്ക് ചെയ്ത ഒരു സമയത്ത് ഉടമ്പടി പത്രം വെച്ചിരുന്ന ബാഗ് അവർ ചെക്ക് ചെയ്തു, വെയിറ്റ് കൂടുതലായിരുന്നു. അവരൊന്നും പറഞ്ഞില്ല. ആ ബാഗ് ലഗേജിലേക്ക് പോയി. പിന്നീട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ്, വിശുദ്ധ ബൈബിൾ ഇരുന്ന ആ ബാഗ് കയ്യിലുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കൂടി അവരത് ചെക്ക് ചെയ്തില്ല. ട്രാൻസിറ്റ് ആയിരുന്നിട്ട് കൂടി 2 എയർപോർട്ടിൽ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ മാതാവ് കാത്തു സംരക്ഷിച്ചു. ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ കൊടുത്തൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ അവിടെ ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഹോസ്പിറ്റലിൽ തന്നെ ഫുഡ് കിട്ടും. ആ ഫുഡ് അവിടെ ക്ലീനേഴ്സായിട്ടും പോർട്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അല്ലാതെയും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ കാണുന്ന ഓരോ പേഷ്യൻസിലും ഈശോയെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാനുള്ള പറ്റാത്ത കാര്യങ്ങളായിരിക്കും ചില സമയത്ത്, എങ്കിൽ കൂടെ ക്ഷമയോടെ അത് ചെയ്യാറുണ്ട്. അതേപോലെ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യം, ഒരു വെള്ളം ഒരാൾക്ക് കൊടുത്താൽ കൂടി അത് ദൈവസ്നേഹത്തോടെ അല്ല ഈശോയുടെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചെയ്യാറ്.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനം കൂടുകയും അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും. അത് തീർന്നു കഴിഞ്ഞാൽ കൂടി ഞാൻ കാണുന്ന ഓരോ വ്യക്തിയിലും, ഈവൻ പേഷ്യൻസ് ആയാൽ കൂടി ഞാൻ കാണുന്ന ഓരോ വ്യക്തിക്കും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അവിടെ മലയാളി പേഷ്യൻസൊക്കെ ചില സമയത്ത് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിട്ടുണ്ട്. അതേപോലെ കൂടെയുള്ള നേഴ്സുമാർക്കും നമ്മുടെ കൃപാസനത്തെ പറ്റിയും പരിശുദ്ധ അമ്മയെ പറ്റിയും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, ഞാൻ നേരത്തെയും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിൽ കൂടെയും ഞാൻ എല്ലാ ദൈവമഹത്വത്തിനായിട്ടായിരുന്നില്ല ചെയ്യും എല്ലാ നന്മ കാര്യങ്ങളുമൊക്കെ ചെയ്യും. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുമെങ്കിലും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനാണ് കൃപാസനത്തിൽ നിന്ന് അച്ഛൻ്റെ ഓരോ ടോക്കുകൾ വഴിയും കിട്ടിയിരിക്കുന്ന അനുഗ്രഹം. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഏതൊരു വിഷമോ ഏതൊരു പ്രതിസന്ധിയും എന്ത് സംഭവിച്ചാലും ആ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡെയിലി ബ്രെഡിൽ ആ ഒരു സൊല്യൂഷൻ അച്ഛൻ്റെ ആ ഒരു ടോക്കിലൂടെ കിട്ടാറുണ്ട്. അത് ജീവിതത്തിൽ ആ ഒരു സമയവും സ്ട്രെസ്സും ടെൻഷനും ഒന്നും ആവാതെ ക്ഷമയോടെ അത് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്